ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുമ്പളങ്ങ തേങ്ങ അരച്ചൊഴിച്ചതാണ്. പക്ഷെ അതിനകത്ത് നമ്മൾ വെള്ളം ഒഴിക്കില്ല. കുമ്പളങ്ങ കഴുകി ചട്ടിയിലിട്ട് പച്ചമുളക് കീറിയിട്ട് ചെറിയ ജീരകം ഉപ്പും കൂടി ഇട്ട് കുഴച്ച് അടുപ്പിൽ വെക്കണം. എന്നിട്ട് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമ്മൾ തേങ്ങ എന്ത് ചെയ്യുക, പട്ടുപോലെ അരച്ചെടുക്കണം. മിക്സിനകത്ത് നല്ല അരച്ചിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. ഞാൻ പറയുന്നത് പോലെ തന്നെ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണമൊക്കെ ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ തേങ്ങ ഇതിനകത്തേക്ക് ഒഴിച്ച് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കുക. വേണമെങ്കിൽ മാത്രം ഒരു ശകലം വെള്ളം നമ്മുടെ മിക്സിനകത്ത് ഒഴിച്ചിട്ട് ഒഴിക്കുക. കൂടുതൽ വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഇത് തേങ്ങ അരയ്ക്കുമ്പോൾ തന്നെ ശകലം വെള്ളം നമ്മൾ ഒഴിക്കുന്നുള്ളൂ. അതിൽ നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് വേണമെങ്കിൽ മിക്സീനകത്ത് തേങ്ങ ഉണ്ടെങ്കിൽ തുടച്ചതിനകത്തേക്ക് ഒഴിക്കുക. നിങ്ങൾ കൈ കൊണ്ട് നല്ലോണം തുടച്ചിടുക അതിനകത്തേക്ക്. പിന്നീട് നമ്മൾ വെള്ളം ചേർക്കാൻ പാടില്ല. ഇത് മെല്ലെ ഒന്ന് ചൂടാക്കാൻ പാടുള്ളൂ. ചൂടാക്കിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ചെറുതായിട്ട് വെളുത്തുള്ളി അരിഞ്ഞതും ചെറിയുള്ളി അരിഞ്ഞതും വെളിച്ചെണ്ണയിൽ മൂപ്പിക്കണം. വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് നമ്മൾ ഈ ചട്ടീനകത്തേക്ക് ആഡ് ചെയ്യണം, കരിവേപ്പിലേക്ക് ഇട്ടിട്ട്. പിന്നീട് അതിനകത്തേക്ക് ശകലം കായപ്പൊടി ചേർക്കണം. ഇത് ഭയങ്കര രസമാണ് ഈ ഒരു കറി. ഇത് കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. നിങ്ങളൊന്നും ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക. തൈരൊന്നും ചേർത്തേണ്ട. ചിലപ്പോൾ ഈ അലർജിയൊക്കെ ഉള്ള കുട്ടികൾക്ക് തൈരൊന്നും കഴിക്കാൻ കഴിയില്ലല്ലോ. അല്ലെങ്കിലും ഈ ഒരു കറി ഉണ്ടെങ്കിൽ അപാര ടേസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വെച്ചാൽ കുമ്പളങ്ങയൊക്കെ നിങ്ങൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടി വെക്കാതെ, ചിലവർ കുമ്പളങ്ങ വെറുതെ അടുപ്പത്തിട്ട് കുറച്ച് ഇതാക്കിയിട്ട് അങ്ങനെയല്ല. ഇത് നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാതെ ആ കുമ്പളങ്ങ വേവിച്ചെടുത്ത് അതിനകത്ത് ജീരകവും തേങ്ങയൊക്കെ അരച്ചൊഴിക്കുക. കണ്ടോ, ഇപ്പം ഇതിനകത്തേക്ക് നമ്മൾ ആ തൂമിച്ചതെടുത്ത് ഒഴിച്ചു. ഇപ്പം തന്നെ നമ്മൾ ഇളക്കാൻ പാടില്ല. നമ്മൾ എപ്പോഴാണ് കഴിക്കാൻ പോകുന്നത് അപ്പോഴാണ് നമ്മൾ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. ഇളക്കിയിട്ടൊരു സൈഡിൽ നിന്ന് എടുക്കാനേ പാടുള്ളൂ. ഇത് 2 ദിവസമൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ